വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ സത്യഭാമയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ചരിത്ര നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോഫിയൊക്കെ കൊടുക്കാനുള്ള ആ ഒരു സമയത്തിനകം തന്നെ ശാരദാമ്മയാണെങ്കിൽ ഓർക്കുന്നുണ്ട് അതെങ്ങനെയാണ് സത്യഭാമയെ വിജയിപ്പിച്ചത് എന്നുള്ളത്. ശാരദാമ്മയാണെങ്കിൽ കൂടുതൽ കായപ്പൊടിയാണെങ്കിൽ സാമ്പാറിലേക്ക് ഇട്ട് ഇളക്കുന്നുണ്ട്. ഇത് മതിയാകും ഇത് വിട്ടുകൊടുക്കാനായിട്ട് എന്നിങ്ങനെ ശാരദാമ്മ മനസ്സിൽ പറയുന്നുണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഈ രേഖാ മേഡമാണെങ്കിൽ ശാരദാമ്മയെ തന്നെ നോക്കുന്നുണ്ട്. അവർക്കത് പരസ്പരം മനസ്സിലാകുന്നുണ്ട്. ഈ രേഖാ മേഡത്തിന് മനസ്സിലാകുന്നുണ്ട് ശാരദാമ്മ തോറ്റു കൊടുത്തതാണെന്ന്. ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് രേഖാ മേഡത്തിന് മനസ്സിലായി എന്നുള്ളത്. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ട്രോഫി ആണെങ്കിൽ രേഖാ മേഡം സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ്. അന്നേരം നൂറും അനൂപും കമലനും പൊന്നിയും ശാന്തയും എല്ലാവരും ആകെ അങ്ങ് സന്തോഷത്തിലാണ്. രോഹിത് ഇഷ്ടമില്ലാതെ അവിടേക്ക് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്യാമയും കൈയടിക്കുന്നുണ്ട്. ശാരദാമ്മയും നിറഞ്ഞ മനസ്സോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴും ഭാമയാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്. തുടർന്ന് ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു, ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, വിജയം പ്രതീക്ഷിച്ചിരുന്നോ എന്നിങ്ങനെ ചോദിച്ച് മൈക്കാണെങ്കിൽ ശ്രേയ ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പ്രതീക്ഷയില്ലാത്ത മനുഷ്യരുണ്ടോ, ഞാനും പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാരദാമ്മയെ നോക്കിയൊക്കെയാണ് പറയുന്നത്. എന്നിട്ടില്ല എന്തോ പരിശ്രമിച്ച് വിജയിച്ച് നേടി എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടി ഭാമയാണെങ്കിൽ ഇങ്ങനെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ശാരദാമ്മയെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ശാരദാമ്മ കാണുന്നെന്ന് ചിരിച്ച മുഖത്തോടെ നോക്കി കാണുന്നുമുണ്ട്. പക്ഷെ അവിടെ ശാരദാമ്മയാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് ഭാമയ്ക്ക് അവിടെ ഒട്ടും മനസ്സിലാകുന്നുമില്ല. അതിനുശേഷം അതും കൂടി ആകുമ്പോൾ രോഹിത്തിനാകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. രോഹിത് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് രേഖാ മേഡമാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് സത്യഭാമയ്ക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഈ സമയം അവിടെ വീട്ടിൽ സുബൈർക്കായും കാത്തിരിക്കുന്നുണ്ട് ഈ സത്യഭാമയെ കാണാനായിട്ട്. രാഘവനാരുടെ അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പിള്ളയും ഒക്കെ ഉണ്ട്. അന്നേരം ഇതിപ്പോൾ സത്യാമ്മയെ കണ്ടിട്ട് ഒരു അനുമോദനം അഭിനന്ദിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവരിതുവരെ എത്തുന്നില്ലല്ലോ എന്നും പറഞ്ഞവരിങ്ങനെ നോക്കി വഴിക്കണ്ണുമായിട്ട് ഇരിക്കുകയാണ്. അന്നേരം അനുമോദനമൊക്കെ ഒരുപാട് കാണും. KPT കമ്പനിയുടെ ഇതല്ലേ ജീവനക്കാർ മൊത്തമൊക്കെ കാണും. പിന്നെ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തണ്ടേ, 10 ലക്ഷം രൂപ ചില്ലറയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവനാർ പറയുന്നുണ്ട് അത് 100 മത്സരം കഴിഞ്ഞപ്പോഴല്ലേ വിജയിച്ചു എന്ന് വിളിച്ച് പറഞ്ഞത്, പിന്നെ ഇപ്പോൾ ചെക്കൊക്കെ ആയിരിക്കില്ലേ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുബൈർ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, ഇതൊക്കെ കണക്കിൽ കാണിക്കാനുള്ള ഓരോ ചിലവുകളല്ലേ, കണക്ക് ഇതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് പിള്ള പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു അമാന്തവും കാണിക്കരുത്, ചികിത്സയ്ക്ക് ഉടനെ പൊയ്ക്കൊള്ളണം, പൈസ വീട്ടിലിരുന്നാൽ 16 ചിലവുകളാണ് വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സുബൈർക്ക പറയുന്നുണ്ട് പിള്ള പറഞ്ഞതിനോട് ഞാനും ശരിവയ്ക്കുന്നു, പൈസ ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ നമ്മളായിട്ട് വട്ടം ചുറ്റിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെത്തുന്നുണ്ട്. പക്ഷെ അവർ വരുന്നത് അനൂപിൻ്റെ വണ്ടിയിലാണ്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിൽ നിന്ന് തന്നെ 100 ഇറങ്ങുന്നുണ്ട്. അതെ, ശാന്തയും പൊന്നിയും എല്ലാവരും ഒക്കെ ഇറങ്ങുകയാണ്. സത്യഭാമയൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അനൂപ് ഇറങ്ങുമ്പോൾ സുബൈറിൻ്റെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. അന്നേരം 100 ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര ബാപ്പച്ചി അനൂപിനോടൊന്നും പറയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സുബൈർക്കായെ കാണുമ്പോൾ അനൂപ് അങ്ങ് വല്ലാതാകുന്നുണ്ട്. തുടർന്ന് അവരിങ്ങനെ വാ മോനെ അകത്തേക്ക് കയറിയിട്ട് പോകാമെന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ സുബൈറിനെ നോക്കിയിട്ട് ഇല്ല സത്യഭാമ അല്പം തിരക്കുണ്ട്, ഞാൻ പിന്നീട് ഒരിക്കൽ രാവാന്ന് പറയുമ്പോൾ ഇതുവരെ വന്നതല്ലേ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് സത്യഭാമ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ അനൂപിനെ കയറാതിരിക്കാൻ പറ്റുന്നില്ല. തുടർന്ന് ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ സുബൈറും അനൂപും ഈ 100ഉം പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നില്ല ഇവർ. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ ആ ട്രോഫി കൊണ്ടുവന്ന് കാണിക്കുന്നു. നമുക്ക് കിട്ടിയ ട്രോഫിയാണ് രാഘവേട്ടാന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അത് 100ൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാഗിൽ നിന്നും പൈസ എടുത്ത് അതും ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് രാഘവേന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വേണ്ട ഭാമേ അത് നീ തന്നെ വെച്ചോ, എനിക്കാണെങ്കിൽ മറവിയൊക്കെ ഉള്ളതാണ്, പ്രത്യേകിച്ച് പണം നീ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്നേ പറയുള്ളൂ, അതുകൊണ്ട് നീ തന്നെ വെച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവേന്ദ്രർക്ക് അതിലൊരു വിഷമമുണ്ട്. പറയുമ്പോൾ ഭാമയ്ക്കും അത് വിഷമം തോന്നുകയാണ്. തുടർന്ന് അത് ചിരിച്ച മുഖം വരുത്തിയിട്ട് അവർ പറയുന്നുണ്ട് ദേ ഇത് അനൂപ്, പിന്നെ ഞങ്ങൾ രക്ഷിച്ചത് ഈ പയ്യനാണ്, ഞങ്ങൾ മത്സരത്തിന് എത്താതിരിക്കാനായിട്ട് ഗുണ്ടകൾ വരെ ഇറക്കി ചില ആളുകൾ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും രക്ഷിച്ചത് ഇവനാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവനാർ പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ ഈശ്വരൻ പിന്നെ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും, അതിന് ഈ കുട്ടി ഒരു നിമിത്തമായെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പക്ഷേ അന്നേരവും അനൂപിനാണെങ്കിൽ സുബൈർക്കായുടെ മുഖത്ത് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. 100 ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അതിന് ശേഷം എനിക്ക് കട്ടൻ ചായ എടുക്കാം എന്നിങ്ങനെ 5 മിനിറ്റ് ഇരുന്നാൽ കട്ടൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല സത്യം എനിക്കൊരല്പം തിരക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പെട്ടെന്ന് അനൂപങ്ങ് വണ്ടിക്ക് അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കാർ കയറാൻ നേരം 100ൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അനൂപ് പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്.
അതിനുശേഷമാണെങ്കിൽ ഇവരെല്ലാവരും അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. സുബൈർക്ക് ആകെ വിഷമിച്ച ഒരു നിൽപ്പാണ്. അന്നേരം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ രാഘവൻ സാറേ എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല 100 വരണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ, അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വരാനും പോകാനുമായിട്ട് അറിയുകയൊക്കെ ചെയ്യാമല്ലോ, വന്നോളും എന്നിങ്ങനെ പറയുമ്പോൾ, അതെന്താ അങ്ങനെയെന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പ്രായമൊക്കെ ഉണ്ടല്ലോ, വരാനും പോകാനും തീരുമാനിക്കാനും ഒക്കെ അവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സുബൈർക്ക് അങ്ങ് പെട്ടെന്ന് സ്പീഡിൽ നടന്നങ്ങ് പോവുകയാണ്. അന്നേരം പിള്ളേയും രാഘവന്മാരും ഇങ്ങനെ നോക്കി നിൽക്കേണ്ട എന്താണ് സംഭവം എന്ന് അവർക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞത്. പക്ഷേ 100 ഇതാണെങ്കിൽ ആ ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് കേട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം രാഘവന്മാർ പിള്ളയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ സുബൈർ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് രാഘവന്മാർ ചിന്തിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ മുറ്റത്ത് നിന്ന് വിഷ്ണു ആരെയോ അങ്ങ് ഫോൺ ചെയ്യുകയാണ്. വല്ലാത്തൊരു ടെൻഷനിലൊക്കെയാണ്. അന്നേരം സത്യമാണെങ്കിൽ അകത്ത് നിന്ന് ചായയുമായിട്ട് വരുന്നുണ്ട്. ഇതെന്താ അച്ഛൻ വലിയ ടെൻഷനിലാണല്ലോ എന്ന് പറഞ്ഞിട്ട്, ദേ അച്ഛ ഇത് കുടിച്ചോ, അച്ഛൻ്റെ ടെൻഷൻ മാറാനാണ് എന്ന് പറയുമ്പോൾ ചായയുമായിട്ട് നിൽക്കുന്ന സത്യയെ കണ്ടിട്ട് ആകെപ്പാട് വിഷ്ണുവിനങ്ങ് അത്ഭുതം തോന്നുന്നുണ്ട്. ഇതെന്താ ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ, എൻ്റെ മോൾക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നല്ലാതെ അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു, അച്ഛൻ്റെ കുട്ടി വലുതായി എന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛൻ അറിഞ്ഞില്ലടാ കുട്ട എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി സത്യയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് അത് കുടിച്ച് നോക്കുന്നുണ്ട്. കൊള്ളാമല്ലോ, അപ്പോൾ ശാരദാമ്മയുടെ കൈപ്പുണ്യമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, അത് ശാരദാമ്മ ഉണ്ടാക്കിയത് തന്നെയാണ്, ഞാൻ ചൂടാക്കിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ, എന്നാലും ചൂടാക്കിയത് എൻ്റെ മോളാണല്ലോ, അത് മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അത് കുടിക്കുകയാണ്. വിഷ്ണു അകപ്പാടെ ഒരു സന്തോഷത്തിലൊക്കെയാണ്. അത്രയും നേരത്തെ ടെൻഷൻ ഈ കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നില്ല. ഈ സമയത്ത് തന്നെ കമലിനും ശാരദാമ്മയും കൂടി ഓട്ടോയിലെ മത്സര സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നുണ്ട്. അന്നേരം സത്യമാണെങ്കിൽ ശാരദാമ്മ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ശാരദാമ്മ സത്യ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം അല്ല ഇതാരും ചായയൊക്കെ ആരാ ഇട്ട് കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അല്ലാതെ പിന്നെ ആരാ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം മോനെ മത്സരത്തിൽ ജയിച്ചത് സത്യാമ്മയാണ് എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കമലിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, കടുത്ത മത്സരമായിരുന്നു, സത്യമ്മ മത്സരിച്ച് തന്നെയാണ് ജയിച്ചത്, അവരത് ആഗ്രഹിച്ച് തന്നെയാണ് വന്നത്, അതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാരദാമ്മയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ശാരദാമ്മ മുഖം കൊടുക്കുന്നില്ല. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ കമലിനെ നോക്കുന്നുണ്ട്. കമലൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, ഞാനാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണവും ശാരദാമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഭക്ഷണത്തിൻ്റെ സ്വാദ് എൻ്റെ ഈ നാവിൻ തുമ്പിലുണ്ട്. പക്ഷേ അത് ശാരദാമ്മയുടെ ഭക്ഷണത്തിൻ്റെ അത്രയും ടേസ്റ്റൊന്നും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വരില്ല. അത് എനിക്കും അറിയാം, അവിടെ നിന്നവർക്കും അറിയാം. പിന്നെ എൻ്റെ അമ്മ എങ്ങനെ ജയിച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ശാരദാമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശാരദാമ്മ പെട്ടെന്ന് മുഖം അങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിന് മറുപടി പറയാതെ സത്യമോളെ വന്നാട്ടെ, കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കമലിനാണെങ്കിൽ ഇങ്ങനെ ആശാനെന്ന് വിളിക്കുമ്പോൾ, ജയിപ്പിച്ചതാടാ എല്ലാവരും കൂടി എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയെ ജയിപ്പിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ കമലിനും കേട്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയം കാറിൽ തിരിച്ചു പോകുന്ന രേഖ മേഡത്തെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം പഠിക്കൽ തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, 1-2 സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറയുകയായിരുന്നു, പോകാനുണ്ടായിരുന്നു എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, പണം കിട്ടി എന്ന് പറയുമ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു രാഘവൻ നായരുടെ അടുത്തേക്ക് ആ പഠിക്കലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഇനി പെട്ടെന്ന് വേണം കാര്യങ്ങൾ, നീ എല്ലാത്തിനും നീ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ, ഞാനില്ലേ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, എല്ലാത്തിനും നിൻ്റെ അമ്മയെ കൊണ്ട് പറ്റില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അവിടെ ചെന്നിട്ട് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ളതെല്ലാം നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ അകത്ത് നിന്ന് ദേഷ്യത്തോടെ വരികയാണ്. രാഘവേട്ട ഇതൊക്കെ എന്തിനാ അവനോട് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അങ്ങോട്ട് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല, അവനാണെങ്കിൽ നമ്മളെ നോക്കാനോ ഒന്നിനുള്ള സമയമില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ എന്തിനെങ്കിലും അവനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു എഴുന്നേറ്റിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അമ്മ തന്നെയാണ്, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, അതെൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് എനിക്ക് അച്ഛനോടും അമ്മയോടും സ്നേഹമില്ല, ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായരും പറയുന്നുണ്ട്, അത് അവൻ്റെ ജോലി എന്ന് പറയുമ്പോൾ, എന്ത് ജോലി, ലോകത്ത് ഒരു മക്കളും അച്ഛനമ്മമാരെ ജോലിക്ക് പോയിട്ട് നോക്കുന്നില്ലേ, ഇവൻ മാത്രമേ ഉള്ളൂ, ഇവൻ്റെ എന്താ ജോലി എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഒരുപാട് വഴക്ക് പറയുകയാണ്. പിന്നെ ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാമോ, എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നീ ആരോടൊപ്പമാണ് നിന്നത്, ആ ശാരദയോടൊപ്പം. ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പയ്യൻ വേണ്ടി വന്നു, നീ അന്നേരവും അവരോടൊപ്പമാണ് നിന്നത്. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്, നീ പൊയ്ക്കോ, നീ ശാരദയുടെ വീട്ടിൽ പോയി പുറത്തോ, അച്ചി വീട്ടിൽ, പിന്നെ അച്ചിയുടെ പാവാടച്ചരടിൽ ജീവിക്കുന്നവന് അച്ഛനും അമ്മയും സ്നേഹവും ഇല്ല, ഒരു ആവശ്യവുമില്ല,
എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഒരുപാട് അങ്ങ് വഴക്ക് പറയുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. ഭാമയെന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഒരു മകൻ എന്തിനാ ഞങ്ങൾക്ക് ഇനി ഒരാവശ്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇവിടെ നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ ഭാമയങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ അത് അങ്ങനെയൊക്കെ ഒരുപാട് ഡയലോഗൊക്കെ ഈ സത്യഭാമ പറയുന്നുണ്ട്. എല്ലാം വിഷ്ണു സങ്കടത്തോടെ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്ന് വിഷ്ണു പറയുക, അച്ഛാ ഇത് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളില്ലേ ഞാൻ ഇത് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ? ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓർമ്മിക്കാത്തത്? ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു വീണ്ടും രാഘവന്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ രാഘവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എടാ മോനെ, നിന്നെ എനിക്കറിയാം. ഞാനാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ, ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഭാമയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. നിന്റെ ഉള്ളിൽ ശാലിനി ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അച്ഛനും അമ്മയും ഉണ്ടെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മോൻ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിന് അകപ്പാട് സങ്കടമൊന്നും കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. വിഷ്ണു അങ്ങ് രാഘവൻ നായർക്ക് മുഖം കൊടുക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കരയുകയാണ് വിഷ്ണു. കണ്ണീരൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പതിയെ സ്റ്റിക്കൊക്കെ കുത്തി എഴുന്നേറ്റിട്ട് പറയുകയാണ്, അജി എന്തുവാടാ ഇത്? നീ കരയുകയാണോ? ആണുങ്ങൾ കരയാൻ പാടില്ല, പിടിച്ചു നിൽക്കുക തന്നെ വേണം. ഇത് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ഉപദേശമാണ്. പക്ഷെ പല ഘട്ടങ്ങളിലും എനിക്കത് കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോൻ അങ്ങനെ, അച്ഛനൊരു പരാജയമായിരുന്നെങ്കിലും എൻ്റെ മോൻ അങ്ങനെ തളരാനായിട്ട് പാടില്ല. നീ രാഘവന്റെ മോനാണ്. എവിടെയും തല ഉയർത്തി പിടിച്ച് തന്നെ ആണുങ്ങളെ പോലെ വന്ന് നിൽക്കുക തന്നെ വേണം. കണ്ണൊക്കെ തുടക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ അന്നേരം രാഘവൻ നായർക്ക് സങ്കടം വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായരുടെ സംസാരം കേട്ടിട്ട് വിഷ്ണു കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങോട്ട് വന്നേ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചേന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് രാഘവൻ നായരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരവും രണ്ടുപേരും കരയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു കണ്ണീരൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇനി ഞാൻ കരയില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം രാഘവൻ നായർ പറയുന്നുണ്ട്, ഒരു മകന്റെ സങ്കടം കണ്ടിട്ട് അച്ഛൻ പോയാല് അച്ഛന്റെ ആത്മാവിന് ഒരു മോശം കിട്ടില്ല. അങ്ങനെ നീ എന്നെ പറഞ്ഞു വിടരുത്. നീ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛാ, ഇനി ഞാൻ കരയില്ല, എനിക്ക് സന്തോഷം തന്നെയാണ്. എൻ്റെ മുന്നിൽ എന്തിനും അച്ഛനുണ്ടല്ലോ, ഇനി ഞാൻ കരയില്ല എന്ന് പറയുകയാണ്. വീണ്ടും വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരവും പക്ഷെ കണ്ണ് നിറയുന്നുണ്ട് രണ്ടുപേരുടെ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുകളിലാണ് ഈ വരുന്ന അടുത്ത സീനുകളൊക്കെ കാണിക്കുന്നത്. ആ രോഹിതിനെ പിന്നെ എങ്ങനെയോ കേസിൽ പെടുന്നതാണ്. ചന്ദ്രബോസിനെ തന്നെ അറസ്റ്റ് ചെയ്തേണ്ടി വരുന്ന സീനുണ്ട്. അതൊക്കെ ഇങ്ങനെ ശാലിനിയുടെ ഇത് തന്നെയാണ്. എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഈ അനൂപ് ഗോപാലകൃഷ്ണന്റെ മകനാണ് എന്നുള്ളതൊക്കെ സത്യഭാമ തിരിച്ചറിയുന്നതൊക്കെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.